അസ്സലാമു അലൈക്കും. ഒരു വർഷം കൃത്യമായി നിശ്ചയിക്കുന്നു. നിശ്ചയിച്ച ആ ഒരു വർഷമാകുമ്പോഴേക്കും ആ രാജ്യം തകരും. മാത്രമല്ല, തകരാൻ പോകുന്ന ആ രാജ്യത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു ക്ലോക്ക് ഒരുക്കുന്നു. ആ ക്ലോക്കിലൂടെ ദിവസങ്ങൾ ഓരോന്നായി ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതെ, ഒരു രാജ്യത്തിൻ്റെ അന്ത്യത്തിനായി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവൂ. അത്തരത്തിൽ തങ്ങളുടെ എക്കാലത്തെയും ശത്രുവെന്ന് കണക്കാക്കപ്പെടുന്ന ഒരു രാജ്യമായ ഇസ്രായേലിൻ്റെ അന്ത്യം അല്ലെങ്കിൽ അതിൻ്റെ അവസാനം പ്രവചിക്കുകയാണ് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം. ഇറാനിലെ ടെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഫലസ്തീൻ സ്ക്വയർ എന്ന് പറയുന്നത്. അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഡിജിറ്റൽ ക്ലോക്ക് കാണുവാൻ സാധിക്കും. ആ ക്ലോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൽ കുറേ ദിവസങ്ങൾ ഇങ്ങനെ എഴുതി കാണിക്കാറുണ്ട്. അത് വെറും ദിവസങ്ങളല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ ശത്രുരാജ്യമായ ഇസ്രായേലിൻ്റെ അന്ത്യത്തിലേക്കുള്ള ആ ഒരു കൗണ്ട് ഡൗൺ അതിനെ കാണിക്കുന്ന ദിവസങ്ങളാണത്. ഇറാനിൽ വാർഷിക ഖുദ്സ് ദിന റാലികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഫലസ്തീനികൾക്കുള്ള പിന്തുണ പ്രകടിപ്പിച്ചുകൊണ്ടും ഇസ്രായേലിനെ എതിർത്തുകൊണ്ടുമാണ് ഇത്തരത്തിൽ റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ ഇത്തരത്തിൽ ഖുദ്സ് ദിനം ആചരിക്കാറുള്ളത്. ഇതൊരു വാർഷിക പരിപാടിയാണ്. എല്ലാ വർഷങ്ങളിലും ഇത് സംഘടിപ്പിക്കാറുണ്ട്. ഇറാനിയൻ വിപ്ലവത്തിന് തൊട്ടു പിന്നാലെയാണ് 1979 ഈ പരിപാടി ആദ്യമായി നടന്നത്. ഇസ്രായേലുകാർ ആഘോഷിക്കുന്ന ജെറുസലേം ദിനം അതിന് വിരുദ്ധമായിട്ടാണ് ഈ ദിനം ഇവർ ആചരിക്കാറുള്ളത്. ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് മുസ്ലിം ലോകത്തെ വിവിധ രാജ്യങ്ങളിലും ലോകമെമ്പാടുമുള്ള മുസ്ലിം ഇതര സമൂഹങ്ങളിലും ഖുദ്സ് ദിനത്തിൽ റാലികൾ നടത്താറുണ്ട്. അത്തരത്തിൽ 2017 ജൂണിലെ ആ ഒരു ഖുദ്സ് ദിന റാലിയിലാണ് ഇത്തരത്തിൽ ഇറാനിലെ ആ ഒരു ടെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്ന ഫലസ്തീൻ സ്ക്വയറിൽ വലിയൊരു ഡിജിറ്റൽ ക്ലോക്ക് സ്ഥാപിച്ചത്. അന്ന് അതിനോടൊപ്പം വലിയ റാലികളും ഉണ്ടായിരുന്നു. 25 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ രാജ്യം നിലനിൽക്കില്ല എന്ന് ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനി പ്രവചിക്കുകയുണ്ടായി. ആ പ്രസ്താവനയ്ക്ക് അനുസൃതമായി 8411 ദിവസങ്ങളിൽ നിന്ന് എണ്ണുന്ന തരത്തിൽ കൗണ്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് ഈ ക്ലോക്കിൻ്റെ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. 2040 ആകുമ്പോഴേക്കും ജൂതരാഷ്ട്രത്തിൽ നിന്ന് ഒന്നും അവശേഷിക്കില്ല എന്നും അദ്ദേഹം തന്നെ പ്രസ്താവനയിൽ അവകാശപ്പെടുന്നുണ്ട്. 2015 സെപ്റ്റംബറിലെ ആണവ കരാറിന് ശേഷമാണ് ഇറാനിൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനി ഈ ഒരു കാര്യം പ്രവചിക്കുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കാതിരിക്കുന്നതിന് പകരം അവർക്ക് മേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം പിൻവലിക്കാൻ 2015 ലോകരാജ്യങ്ങളുമായി ഇറാൻ ഒപ്പിട്ട ആണവ നിർവ്യാപന കരാറാണ് ഇറാൻ ആണവ കരാർ എന്ന് പറയുന്നത്. ആ കരാർ പ്രകാരം ഇറാന് യുറാനിയം സമ്പുഷ്ടീകരിക്കാനുള്ള പരിധി 300 കിലോ ആക്കി നിജപ്പെടുത്തി. തുടർന്ന് അറാഖ് നഗരത്തിലെ ആണവ റിയാക്ടറിന്റെ ഉൾവശം 2015 ഈ ഒരു കരാറിനെ തുടർന്ന് ഇറാൻ അടയ്ക്കാനും തയ്യാറായി. 2002 ഇറാൻ ആണവായുധം നിർമ്മാണത്തിന് വേണ്ടി ശ്രമിക്കുന്നുവെന്നുള്ള വാർത്ത അന്ന് മുതലാണ് അമേരിക്കയും ഇസ്രായേലും എന്തു വില കൊടുത്തും ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയത്. വേണമെങ്കിൽ അതിനുവേണ്ടി തങ്ങൾ യുദ്ധം വരെ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി. അന്താരാഷ്ട്ര ആണവ ഏജൻസി ഉപയോഗിച്ച് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമവും അവർ തുടങ്ങി. ഇതിൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും അന്ന് അമേരിക്കയുമായി സഹകരിച്ചു. ആണവ നിർവ്യാപന കരാർ ഒപ്പിട്ട രാജ്യമെന്ന നിലയിൽ സമാധാനപരമായ ഉപയോഗത്തിന് മാത്രമേ ആണവ പരീക്ഷണങ്ങൾ നടത്താൻ ഇറാൻ അധികാരമുള്ളൂ. എന്നാൽ ആണവ ഏജൻസിയുടെ പരിശോധനയിൽ ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായി വിവരം ലഭിച്ചു. ഇറാൻ ആ കണ്ടെത്തലിനെ നിരാകരിച്ചുവെങ്കിലും അവർ നടത്തിയ പരീക്ഷണങ്ങളുടെ വ്യാപ്തിയും സ്വഭാവവും സംശയമുണർത്തുന്നതായിരുന്നു. തുടർന്ന് ഈ പ്രശ്നം ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി അറിയിക്കുകയും സമിതി ഇറാനെതിരായി പല ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇവയിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇറാന്റെ എണ്ണ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളത്. അമേരിക്ക അവരുടെ തന്നെ ഉപരോധം ശക്തിപ്പെടുത്തുകയും ഇന്ത്യ പോലെ ഇറാന്റെ എണ്ണയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളോട് എണ്ണ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. യുദ്ധം ഒഴിവാക്കാനായി ഇറാനെതിരെയുള്ള ഉപരോധത്തിൽ ഇന്ത്യ പോലും പങ്കെടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാൻ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമം തുടരുകയും ചെയ്തു. ഇറാൻ ഉപരോധത്തെ ചെറുത്തു നിന്നുവെങ്കിലും കാലം കഴിഞ്ഞതോടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ആണവ പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ അവർ തയ്യാറാവുകയും ചെയ്തു. ഇതായിരുന്നു 2015 ആ ഒരു ആണവ കരാർ. ഈ ഒരു ആണവ കരാറിന് ശേഷമാണ് ഇത്തരത്തിൽ 2040 ആകുമ്പോഴേക്കും ഇസ്രായേൽ രാഷ്ട്രം തകരുമെന്ന് ആയത്തുള്ള അൽ ഖമേനി പ്രവചിച്ചു വച്ചത്. ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു റാലി. ആ റാലിയിലായിരുന്നു
ഈ ഒരു ഡിജിറ്റൽ ക്ലോക്ക് അവിടെ സ്ഥാപിച്ചത്. ആ സമയത്ത് അവർ അവിടെ ഇസ്രായേലിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളും ചിത്രങ്ങളുമൊക്കെ ഉയർത്തിയിരുന്നു. നമുക്കറിയാം, ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. വലിയൊരു യുദ്ധമായിരുന്നു അത്. ഇരു രാഷ്ട്രങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഇരു രാഷ്ട്രങ്ങളിലും ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. എന്നാൽ ഇത്തരത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനിയുടെ പ്രവചനത്തിന്റെ ഭാഗമായിട്ട് ഇറാനിലെ ഫലസ്തീൻ സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന ആ വലിയ ഡിജിറ്റൽ ക്ലോക്ക് 2025 ജൂൺ 23 വ്യോമാക്രമണത്തിൽ തങ്ങൾ തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്ററായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചതിങ്ങനെയാണ്: പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും എന്റെയും നിർദ്ദേശപ്രകാരം IDF ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹം എണ്ണിപ്പറയുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഇറാൻ ഫലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ച ദി ഡിസ്ട്രോയ് ഇസ്രായേൽ, അതായത് ഇസ്രായേൽ നശിക്കണമെന്ന് പറയുന്ന ക്ലോക്ക് അവർ തകർത്തതായി അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ആ ഡിജിറ്റൽ ക്ലോക്ക് തകർത്തു എന്നുള്ള ആ ഒരു വാർത്ത ഒരുപാട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ മാധ്യമങ്ങളും ആ ഒരു വാർത്തയെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ അത് തികച്ചും തെറ്റാണെന്നും ഇസ്രായേൽ അത് തകർത്തിട്ടില്ല എന്നും ആ ഒരു ഡിജിറ്റൽ ക്ലോക്ക്, ആ കൗണ്ട് ഡൗൺ ചെയ്യുന്ന ആ ഒരു ക്ലോക്ക് ഇപ്പോഴും ടെഹ്റാനിലെ ആ ഒരു ഫലസ്തീൻ സ്ക്വയറിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. ട്വിറ്ററിൽ ഏകദേശം 2.2 മില്യൺ ഫോളോവേഴ്സുള്ള മാരിയോ നോഫൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചതിങ്ങനെയാണ്: ഇറാൻ കൗണ്ട് ഡൗൺ ടു ഇസ്രായേലിസ് ഡിസ്ട്രക്ഷൻ സ്റ്റിൽ ടിക്കിംഗ്. അതായത് ഇറാന്റെ ഇസ്രായേലിനെതിരെയുള്ള ആ ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ഇപ്പോഴും അത് ഓടുന്നുണ്ട്. Iranian media posted a video showing the digital clock in Tehran's Palestine Square is still active, despite Israel claims it was bombed. അതായത് ഇസ്രായേൽ തകർത്തു എന്ന് പറയപ്പെടുന്ന ഇറാനിലെ ടെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്ന ആ പലസ്തീൻ സ്ക്വയർ ഇപ്പോഴും ഓടുന്നുണ്ട്. അത് തകർത്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ഇറാനിലെ ഒരു മീഡിയ പുറത്തുവിട്ടിട്ടുണ്ട്. The display counts down to 2040 based on Khamenei's 25-year prediction of Israel destruction. ഇസ്രായേലിന്റെ നാശത്തെക്കുറിച്ചുള്ള ഖമേനിയുടെ 25 വർഷത്തെ ആ ഒരു പ്രവചനത്തെ അടിസ്ഥാനമാക്കിയുള്ള ആ ഒരു ക്ലോക്ക് 2040 വരെ കണക്കാക്കുന്നു. ഇറ്റ് കറന്റ്ലി റീഡ്സ് ജസ്റ്റ് ഓവർ 5569 ഡേയ്സ് റിമൈനിങ്. ഇനി 5569 ദിവസങ്ങൾ ഉണ്ട് എന്നും അതിൽ കാണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ കൂടി അതിനോടൊപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെഹർ ന്യൂസ് എന്ന് പറയുന്ന ഇറാനിലെ ഒരു മാധ്യമം, ഒരു ഓൺലൈൻ മാധ്യമമായിരിക്കാം ഈ ഒരു വീഡിയോ പുറത്തുവിടുകയും ചെയ്തു. ഏതായാലും എന്നെ സംബന്ധിച്ച് ഈ ഒരു ക്ലോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അറിവ്, അതൊരു പുതിയ അറിവാണ്. ഞാൻ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്.